ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 6ൻ്റെ പാർട്ട് 6 നോക്കാം. ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 10 centimeters and its width is 8 centimeters. If its length and width are doubled, what would be the area of the new rectangle? എന്താണ് ചോദിച്ചേക്കുന്നത്? ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 centimeter ആണെന്നും വിഡ്ത്ത് 8 centimeter ആണെന്നും തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താ പറയുന്നത്? ഇഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഡബിൾഡ്, അതായത് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഡബിൾ ചെയ്തേക്കുന്നു, ഇൻറ്റു 2 ചെയ്തേക്കുന്നു. അതായത് ലെങ്ത് ഇപ്പോൾ 10 centimeter ആണെങ്കിൽ അത് ഡബിൾ ചെയ്യുമ്പോൾ 10 × 2 = 20 ആകും. വിഡ്ത്ത് 8 centimeter ഡബിൾ ചെയ്യുമ്പോൾ 8 × 2 = 16 centimeter ആവും. അങ്ങനെ ലെങ്ത്തും വിഡ്ത്തും ഡബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പോൾ ആദ്യം ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് 10 centimeter വിഡ്ത്ത് 8 centimeter. സോ 10 × 8 = 80 centimeter². ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് അവിടെ എഴുതണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ന്യൂ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ എന്താ ചെയ്തേക്കുന്നത്? രണ്ടും ലെങ്ത്തും വിഡ്ത്തും ഡബിൾ ചെയ്തേക്കുന്നു. 10 ഡബിൾ ചെയ്തപ്പോൾ 20 ആയിട്ടുണ്ട്, 8 ഡബിൾ ചെയ്തപ്പോൾ 16 ആയി. അപ്പോൾ 20 × 16 = 320 centimeter². ഇനി എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? How many times the area of original rectangle is the area of the new rectangle? ഇപ്പോഴത്തെ റെക്റ്റാങ്കിള്, അതായത് ന്യൂ റെക്റ്റാങ്കിള് ഓൾഡ് റെക്റ്റാങ്കിളിൻ്റെ എത്ര അധികമാണ്, അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ്, എത്ര ഇരട്ടിയാണ്, 2 ഇരട്ടിയാണോ 3 ഇരട്ടിയാണോ 4 ഇരട്ടിയാണോ, എത്ര ടൈംസ് ആണ് ന്യൂ റെക്റ്റാങ്കിള്, ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ എത്ര ടൈംസ് ആണ് ന്യൂ റെക്റ്റാങ്കിൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ന്യൂ റെക്റ്റാങ്കിൾ 320 centimeter² ആണെന്നറിയാം ഏരിയ. അതുപോലെ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ 80 ആണ്. 80 എത്ര ടൈംസ് 80 ചേരുമ്പോഴാണ് 320 ഉണ്ടാവുന്നത്? എത്ര ടൈംസ് ആണ്? അത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ 320 ഡിവൈഡഡ് ബൈ 80 ചെയ്യാം. അപ്പോൾ 320 ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4. അപ്പോൾ ആദ്യത്തെ, അതായത് ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ 4 ടൈംസ് ആണ് ന്യൂ റെക്റ്റാങ്കിൾ. മനസ്സിലായോ? അതായത് 80 + 80 എത്രയാണ്? 160 + 80 എത്രയാണ്? 240 + 80 എത്രയാണ്? 320. അതായത് 84 ടൈംസ് വരുമ്പോഴാണ് 320 ആകുന്നത്. അപ്പോൾ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ 4 ടൈംസ്, 4 ഇരട്ടിയാണ് പുതിയ റെക്റ്റാങ്കിൾ. Perimeter of a rectangle is 48 centimeters and its width is 9 centimeters. Calculate its area. ഇവിടെ തന്നേക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററാണ്, ചുറ്റളവാണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 48 centimeters എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? വിഡ്ത്തും തന്നിട്ടുണ്ട്. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് = 9 centimeter എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. ഇവിടെ നമുക്ക് വിഡ്ത്ത് തന്നിട്ടുണ്ട് 9 centimeter, പക്ഷേ ലെങ്ത്ത് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമാണ് തന്നേക്കുന്നത്. എന്താണ്? പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2 × L + W എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലുള്ളതിനകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് L കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ പെരിമീറ്റർ = 2 × L + W എന്നറിയാം. പെരിമീറ്റർ എത്രയാണ്? 48 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 48 = 2 × L + വിഡ്ത്ത് എത്രയാണ്? 9 centimeter. L + 9 എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 48 ആ ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ആ 2നെ അകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × L 2L + 2 × 9 = 18. അപ്പോൾ 48 = 2L + 18 എന്ന് കിട്ടും. ഇനി എന്താണ്? ഇനി ആ 18നെ നമ്മൾ 48ൻ്റെ അടുത്തോട്ട് മാറ്റണം. അപ്പോൾ അത് ഈക്വൽ ടു ഇട്ടതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ +18 എന്നുള്ളത് -18 ആകും. അപ്പോൾ 2L = 48 - 18 എന്നാവും. അപ്പോൾ 2L = 48 - 18 എന്ന് പറയുന്നത് 2L = 30 എന്നാവും. അപ്പോൾ 2L ആണ്
30 നമുക്ക് കണ്ടുപിടിക്കേണ്ട എൽ അഥവാ ലെങ്ത് ആണ്. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 15. അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത് കിട്ടി. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്? കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ലെങ്ത് നമ്മുടെ കയ്യിലുണ്ട് 15 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 9 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു 135 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A rectangle of area 40 square centimeters is to be drawn and its length and width in centimeters should be natural numbers. Find all possibilities. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റെക്റ്റാങ്കിള് അതിൻ്റെ ഏരിയ 40 സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് പോയിൻ്റ് അങ്ങനെയൊന്നും വരാതെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ വരാം, വിഡ്ത്ത് എത്ര സെൻറ്റിമീറ്റർ വരാം, അങ്ങനെ എത്ര ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾസ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഫോമുല എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്നാണ് ഫോമുല. അതായത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടണം അല്ലേ? ആ 40 ആണ് ഏരിയ. അപ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 40. അതായത് ഏതെങ്കിലും ഒരു ലെങ്ത് എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും, വിഡ്ത്തിനൊരു മെഷർമെൻ്റ് ആയിരിക്കും. രണ്ട് മെഷർമെൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 കിട്ടണം. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും? ഏതൊക്കെയാണോ അതിനുള്ള പോസിബിലിറ്റീസ്? ഇതാ നോക്കിക്കേ, ലെങ്ത്തും വിഡ്ത്തും. ലെങ്ത് 4ഉം വിഡ്ത്ത് 10ഉം ആണെന്ന് വെച്ചോ. അപ്പോൾ ഏരിയ എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് 4 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 40. അതുപോലെ തന്നെ തിരിച്ചു വരാം, 10 ലെങ്ത്തും 4 വിഡ്ത്തും ഉള്ളതും ആകാം. അതുപോലെ തന്നെ ലെങ്ത് 8ഉം വിഡ്ത്ത് 5ഉം ആകുമ്പോഴോ ഏരിയ 40 തന്നെയല്ലേ? ലെങ്ത് 2ഉം വിഡ്ത്ത് 20 ആകുമ്പോഴോ അപ്പോഴും ഏരിയ 40 തന്നെയല്ലേ? ഇനി ലെങ്ത് 40യും വിഡ്ത്ത് 1ഉം ആണെങ്കിലോ അപ്പോഴും ഏരിയ 40 തന്നെയാണ്. ഇങ്ങനെ ഇത്രയും പോസിബിലിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഇതിൽ കൂടുതലുണ്ടോ എന്ന് നിങ്ങളൊന്നും കൂടി ഒന്ന് നോക്കുക. ലാർജ് സ്ക്വയേഴ്സ്. If the length of one side of a square is 1 meter, we say that its area is 1 square meter. ഇപ്പോൾ ഒരു സ്ക്വയർ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ 1 മീറ്റർ നീളമാണെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെയാണ്? സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു സൈഡിൻ്റെ എടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക. സൈഡ് സ്ക്വയർ ചെയ്യുമ്പോഴാണല്ലോ ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 സ്ക്വയർ മീറ്റർ എന്ന് പറയും. ക്യാൻ യു സേ ഹൗ മെനി സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഈസ് 1 സ്ക്വയർ മീറ്റർ? അങ്ങനെയാണെങ്കിൽ 1 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? യു നോ ഹൗ മെനി സെൻറ്റിമീറ്റർ ഈസ് 1 മീറ്റർ. എത്ര സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ദസ് ദ സൈഡ് ഓഫ് ദിസ് സ്ക്വയർ ഈസ് 100 സെൻറ്റിമീറ്റർ ഈച്ച്. ഇപ്പം നമ്മൾ ആദ്യം എടുത്തേക്കുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 100 സെൻറ്റിമീറ്റേഴ്സ് വീതം ലെങ്ത് ഉണ്ട് ഓരോ സൈഡിനും. സോ ഹൗ മെനി സ്ക്വയർ സെൻറ്റിമീറ്റർ ഈസ് ഇറ്റ്സ് ഏരിയ? അങ്ങനെയാണ് അതിൻ്റെ ഏരിയ എത്രയാണ്? ഒരു സ്ക്വയർ അതിൻ്റെ ഒരു സൈഡ് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ്? 100 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ എത്രയാണ്? 100 ഇൻറ്റു 100 എന്ന് പറയുന്നത് 10,000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതായത് 1 സ്ക്വയർ മീറ്റർ ഇസ് ഈക്വൽ ടു 10,000 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ദസ് 1 സ്ക്വയർ മീറ്റർ ഈസ് എൻ ഏരിയ ഫോംഡ് ബൈ 10,000 സ്മോൾ സ്ക്വയേഴ്സ് ഈച്ച് ഓഫ് ഏരിയ 1 സ്ക്വയർ സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഒരു സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 10,000 ചെറിയ സ്ക്വയേഴ്സ്, എന്താണ് 10,000 സ്മോൾ സ്ക്വയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.